വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. പരസ്യപ്രചരണം അവസാനത്തിലെത്തുമ്പോൾ ഓരോ മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ നാളാണ്. വ്യാഴാഴ്ച കേരളം കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കും. ഒരു മാസത്തോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. കനത്ത വേനൽ ചൂടിലും തളരാതെ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് മുന്നണികൾ. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 2 നാൾ മാത്രമാണുള്ളത്. ചൊവ്വാഴ്ചയാണ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കൊട്ടിക്കലാശം കളറാക്കുവാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഓരോ മണ്ഡലത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അതേസമയം പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ആവേശം അതിരുകടക്കാതിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളുമായി അധികാരികളുടെ നിർദ്ദേശങ്ങളെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗവും ചേർന്നു. ജില്ലയിലെ 268 പ്രശ്നബാധിത ബൂത്തുകളിലും സുരക്ഷ ശക്തമാക്കുവാൻ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി കേന്ദ്ര സേനാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. തപാൽ വോട്ടും വീട്ടിൽ വോട്ടും സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിലും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശ ദിനം സമാധാനപൂർണ്ണമാക്കുന്നതിന് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ വേണമെന്നും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇക്കുറി കടുത്ത മത്സരത്തിനാണ് വേദിയൊരുങ്ങിയിരിക്കുന്നത്. 3 പ്രധാന മുന്നണികളും തങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പ്രചരണത്തിലുണ്ടായ അതേ വീറും ആവേശവും കാഴ്ചവെച്ച് തങ്ങളുടെ ശക്തി അറിയിക്കുവാനും വോട്ടുകൾ ഒന്നും കൂടി ഉറപ്പിക്കാനുള്ള അവസരമായി കൊട്ടിക്കലാശത്തെ മുന്നണികൾ മാറ്റും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.